എടാ, നീ എപ്പോഴെങ്കിലും എക്സാമിൽ തോറ്റുപോയിട്ടുണ്ടോ? അല്ലെങ്കിൽ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലേ? അങ്ങനെയുള്ള സമയത്ത് നിന്നെ നോക്കി ആരെങ്കിലും ഇവനൊരു കോമൺ സെൻസ് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അത് കേൾക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു വേദന തോന്നിയിട്ടുണ്ടാകാം. സത്യം പറഞ്ഞാൽ ഇത് നിന്റെ കുഴപ്പമൊന്നുമല്ല കേട്ടോ. സൈക്കോളജി ബുദ്ധിശക്തിയെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ബുദ്ധി എന്നത് വെറുമൊരു നമ്പറല്ല. ഹൊവാർഡ് ഗാർഡ്നർ എന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞത് മനുഷ്യന്റെ ബുദ്ധിശക്തി 7 തരത്തിലുണ്ടെന്നാണ്. ഇതിലേതെങ്കിലും ഒന്ന് നിന്റെ ഉള്ളിലും ഉറപ്പായും ഉണ്ടാകും. 1. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. വാക്കുകൾ കൊണ്ട് മാജിക് കാണിക്കാൻ കഴിയുന്നവർക്കുള്ള ബുദ്ധിശക്തിയാണിത്. കഥകൾ പറയാനും ആളുകളെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. വലിയ എഴുത്തുകാരും പ്രസംഗകരും കവികളുമൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നവരാണ്. 2. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. നമ്പറുകൾ, പാറ്റേണുകൾ, ലോജിക് എന്നിവ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നവർക്കുള്ള ബുദ്ധിശക്തിയാണിത്. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോ. നമ്മുടെ സ്കൂൾ പരീക്ഷകൾ അളക്കുന്നത് ഈ ഒരൊറ്റ ടൈപ്പ് ബുദ്ധി മാത്രമാണ്. പക്ഷേ ഇത് ബുദ്ധിശക്തിയുടെ ഒരു വശം മാത്രമാണ്. അതുകൊണ്ട് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ നീ ബുദ്ധിയില്ലാത്തവനാണെന്ന് അർത്ഥമില്ല. 3. സ്പേഷ്യൽ ഇന്റലിജൻസ്. നിറങ്ങൾ, ഡിസൈനുകൾ, ദിശകൾ എന്നിവ മനസ്സിൽ കൃത്യമായി കാണാൻ കഴിയുന്നവർക്കുള്ള കഴിവ്. ആർക്കിടെക്റ്റുകൾ, ഡിസൈനർമാർ, പൈലറ്റുമാർ എന്നിവരിൽ ഈ ബുദ്ധിശക്തി വളരെ കൂടുതലായിരിക്കും. 4. മ്യൂസിക്കൽ ഇന്റലിജൻസ്. താളവും സംഗീതവും വേഗത്തിൽ ഫീൽ ചെയ്യാൻ കഴിയുന്നവർക്കുള്ള ബുദ്ധി. റിസർച്ചുകൾ പറയുന്നത് ഇങ്ങനെയുള്ളവർക്ക് ഇമോഷണൽ റെഗുലേഷൻ കൂടുതലായിരിക്കുമെന്നാണ്. അതായത് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനും സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. 5. ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. ശരീരത്തിന്റെ ചലനങ്ങൾ കൊണ്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നവർക്കുള്ള ബുദ്ധിശക്തി. അത്ലറ്റുകൾ, ഡാൻസർമാർ, സർജന്മാർ എന്നിവരിലൊക്കെ ഈ കഴിവ് വളരെ കൂടുതലാണ്. 6. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. മറ്റുള്ളവരുടെ മൂഡ്, വികാരങ്ങൾ, ആവശ്യങ്ങൾ എന്നിവ അവർ പറയാതെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നവർക്കുള്ള ബുദ്ധി. കൗൺസിലർമാർ, ലീഡർമാർ, ടീച്ചർമാർ എന്നിവർ ഈ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. 7. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇതാണ് ഏറ്റവും അപൂർവമായ ബുദ്ധിശക്തി. സ്വന്തം വികാരങ്ങളെയും കരുത്തിനെയും ബലഹീനതകളെയും കുറിച്ച് വ്യക്തമായ ധാരണ ഇവർക്കുണ്ടാകും. സ്വന്തം മനസ്സിനെ ഒരു കണ്ണാടിയിൽ എന്ന പോലെ കാണാൻ കഴിയുന്ന സെൽഫ് അവെയർനെസ് ഇവർക്കുണ്ടാകും. ഫിലോസഫർമാരിലും സ്പിരിച്വൽ ലീഡർമാരിലുമൊക്കെ ഇത് ശക്തമാണ്. അതുകൊണ്ടെടാ, പരീക്ഷയിൽ തോറ്റുപോകുമ്പോൾ നീ പരാജയമാണെന്ന് ഒരിക്കലും കരുതരുത്. ഒരുപക്ഷെ നീ എഴുതിയത് നിനക്ക് ചേരാത്ത പരീക്ഷയാകാം. ഈ 7 ബുദ്ധിശക്തികളിൽ ഒന്നെങ്കിലും നിന്റെ ഉള്ളിലുണ്ട്. അത് നിന്റെ വലിയൊരു കരുത്താണ്. ഇങ്ങനെ തോന്നുന്നത് നീ മാത്രം ഒറ്റപ്പെട്ടതുകൊണ്ടല്ല. നിന്റെ മനസ്സിനെക്കുറിച്ച് ഇതുപോലുള്ള പുതിയ സത്യങ്ങൾ ഇനിയും അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമുക്ക് ഇനിയും സംസാരിക്കാം.